ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായി ഞാനിവിടെ അടുപ്പത്ത് ഒരു കടായി വച്ചിട്ടുണ്ട്. കടായി നല്ലപോലെ ചൂടായതിന് ശേഷം അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയ പീസ് കറുവപ്പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കുക. ഏലക്കായും പെരുംജീരകവും നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കുക. സവാള നല്ലപോലെ വഴറ്റി കൊടുക്കുക. സവാള ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറിക്ക് നല്ല ഒരു കട്ടിയുള്ള ഗ്രേവി കിട്ടുന്നതായിരിക്കും. നല്ലപോലെ ഏകദേശം ഒരു 5 മിനിറ്റോളം സവാള വഴറ്റി കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സവാള ഈ ഒരു നിറത്തിലായി കിട്ടും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതോടൊപ്പം മസാലകളും ചേർക്കാവുന്നതാണ്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെയും മസാലകളുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഏകദേശം 2 to 3 മിനിറ്റ് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഒരു വലിയ സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു ചേർത്ത് കൊടുക്കുക. നല്ലപോലെ വഴറ്റി കൊടുക്കുക. തക്കാളിയും സവാളയും ഏകദേശം നല്ലപോലെ മിക്സ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഈ ഒരു പാകത്തിനാവുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഈ ഗ്രേവി നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഗ്രേവി ഏകദേശം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മുട്ട വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുട്ടയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 5 to 10 മിനിറ്റ് വരെ നമുക്ക് ഈ ഗ്രേവി ഒന്ന് അടച്ചു വച്ച് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ മുട്ടക്കറി ഇവിടെ ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി മസാലകളെല്ലാം മുട്ടയമ്മ പിടിച്ച് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം.